തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അതീവ നിർണായക ഘട്ടമാണ് രൂപം കൊള്ളുന്നത്. മുന്നണികൾ എല്ലാം തങ്ങളുടെ ആഭ്യന്തര കണക്കുകൂട്ടലുകളിൽ തിരക്കിലാണ്. ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളും വോട്ടിംഗ് പ്രവണതകളും വിലയിരുത്തി എന്താകും അന്തിമ ഫലം എന്നതിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏകദേശ ധാരണ ലഭിച്ചു എന്നാണ് സൂചന. ഓരോ ബൂത്തിലുമുള്ള പാർട്ടി പ്രവർത്തകരും ഏജന്റുമാരും വോട്ടിംഗ് ദിവസത്തെ പ്രവണതകൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ മനോഭാവത്തെക്കുറിച്ച് ഓരോ ചിത്രം രൂപപ്പെട്ടിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം, പ്രാദേശിക സ്വാധീനവും അടിസ്ഥാനമാക്കി മുന്നണികൾ തങ്ങളുടെ ശക്തി ദുർബലതകൾ കണക്കുകൂട്ടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയിൽ തുടക്കത്തിൽ പ്രകടമായ ആത്മവിശ്വാസം ഇപ്പോൾ കൂടുതൽ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയിൽ തുടക്കത്തിൽ പ്രകടമായ ആത്മവിശ്വാസം ഇപ്പോൾ കൂടുതൽ സമയത്തിലേക്കാണ് മാറുന്നതെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. തുടർഭരണം ഉറപ്പാണെന്ന അവകാശവാദത്തിൽ നിന്ന് നേരിയ ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന ആശങ്കയിലേക്ക് വിലയിരുത്തലുകൾ ചുരുങ്ങിയെന്നതാണ് സൂചന. അതേസമയം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ ശക്തമാകുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് UDF ക്യാമ്പ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനെന്ന വിലയിരുത്തലിലാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാർ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി മന്ദഗതിയിലായിട്ടുണ്ട്. എന്നാൽ ഭരണ സംവിധാനം പൂർണ്ണമായും നിലച്ചുവെന്ന വിലയിരുത്തലുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ചികിത്സയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടെ മന്ത്രിസഭാ യോഗങ്ങൾ ഓൺലൈനായി തുടരുകയാണ്. അവസാന ഫലം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ജനവിധിയെയാണ്. മുന്നണികളുടെ എല്ലാ കണക്കുകൂട്ടലുകളും ശരിവെക്കുമോ അതോ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് അറിയാൻ ഇനി കാത്തിരിപ്പാണ്.